ഗ്രേപ്സ് IDMRന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിലേക്ക് സ്വാഗതം. ഗ്രേപ്സ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. മാർക്കറ്റിൽ ചില HR സോഫ്റ്റ്വെയറുകളുണ്ട്. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് തന്നെ പലപ്പോഴും HR സോഫ്റ്റ്വെയറുകൾ ബിൽഡ് ചെയ്ത് ആ സൊല്യൂഷൻ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാകാം, വലിയ ഓഫീസുകൾ ഉണ്ടാവാം, കൂട്ടത്തിൽ ഹോസ്പിറ്റലുകളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളിൽ വളരെയധികം ഫീച്ചറുകൾ കാരണം അവരുടെ ഡെഡിക്കേഷൻ അതിലായതുകൊണ്ട് HR മേഖലയിലുണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ സിനാരിയോയിലേക്ക് ഫൈൻ ട്യൂൺഡ് ആയിരിക്കില്ല. നമ്മൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ട് പല സമയത്ത്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ അവർ അതിനകത്തേക്ക് ഹോസ്പിറ്റലിന് വേണ്ട കസ്റ്റമൈസേഷൻസ് ചെയ്യുമ്പോൾ അതിൽ ലിമിറ്റേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ മറ്റ് അനേകം ഇൻഡസ്ട്രികൾക്ക് വേണ്ടി കൂടെയാണ് ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നത്. എന്നാൽ ഗ്രേപ്സിൻ്റെ പ്രൈമറി ഫോക്കസ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ HR സോഫ്റ്റ്വെയർ എനിക്കതൊരു 16-17 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അത്ര വൈഡ് ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളെ ഒന്നും കവർ ചെയ്യുന്നില്ലെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വേണ്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ പെർഫെക്റ്റ് ഫിറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ എംപ്ലോയി മാനേജ്മെൻറ്റ് അത്ര ഈസി അല്ല. കാരണം സാധാരണ ഓഫീസ് ആർക്കിടെക്ചറിൽ രാവിലെ 9 to 5 or 10 to 6 അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫുകളുണ്ട്. അതേസമയം തന്നെ 24 hours വർക്ക് ചെയ്യുന്ന, റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട്. നേഴ്സസിൻ്റെ കാര്യം എടുത്താൽ ആ ടൈം ഷെഡ്യൂൾ ഭയങ്കര മിക്സ്ഡപ്പാണ്. തിയേറ്റർ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ ടൈമിങ്സ് ആണ് അവർക്ക് പലപ്പോഴും. ഇത്തരത്തിൽ വലിയ കോമ്പിനേഷൻസ് ആണ് ഒരു ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി റോസ്റ്റർ ഉണ്ടാക്കുമ്പോഴൊക്കെ മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റൻഡൻസ് ക്യാപ്ചറിങ് ഒക്കെ വളരെ ക്രൂഷ്യലാണ്. സാധാരണ ഒരു HR സോഫ്റ്റ്വെയർ ഡെമോ ഒക്കെ തരാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷനിൽ ഇതിൻ്റെയൊക്കെ ആക്യുറസി കാണിക്കുന്നത് ഒരു നോൺ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ സാമ്പിൾ വെച്ചിട്ടായിരിക്കും. അത് വളരെ ഈസിയാണ്. എന്നാലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തിലാണ് ചിന്തിച്ചിരുന്നത്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രേപ്സിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ നമ്മളുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനാണ്. കാരണം നമ്മുടെ MyHRM എന്ന് പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് പേഴ്സണലൈസ്ഡ് HR സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങുന്നതോടുകൂടി ഓരോ എംപ്ലോയിയും വളരെയധികം ഇൻഫോർമേഷൻ കണക്റ്റഡ്, കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഒരു എൻവയോൺമെൻറ്റിലേക്ക് കണക്റ്റ് ആകുക. സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡുകൾ HR റിലേറ്റഡ് ആയിട്ടുള്ളത്, അവരാ നോട്ടീസ് ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്ന റൂമിലും അതിലിൻ്റെ അടുത്ത് പോയി വായിക്കേണ്ട. അവരുടെ MyHRM ഡാഷ്ബോർഡിൽ തന്നെ അത് അവൈലബിൾ ആണ്. അവരുടെ ഡ്യൂട്ടി ഷെഡ്യൂള് നോക്കി ലിസ്റ്റ് തിരക്കി ഇൻചാർജിന് അന്വേഷിച്ച് നടക്കേണ്ട. അവരുടെ മൊബൈലിൽ തന്നെ അത് കണക്റ്റഡ് ആണ്. അവരുടെ അറ്റൻഡൻസ് മിസ്സായി പോയിട്ടുണ്ടോ പഞ്ചിങ് എന്നത് ശമ്പളം കിട്ടിയതിന് ശേഷം പരാതി പറയാനായിട്ട് പോകണ്ട. അതാത് ദിവസം പഞ്ചിങ് ഡീറ്റെയിൽസ് അവിടെ തന്നെ അവൈലബിൾ ആണ്. മിഷൻ്റെ എന്തെങ്കിലും തകരാറ് മൂലമോ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ ലിങ്കിൻ്റെ പ്രോബ്ലം കാരണമോ പഞ്ചിങ് സിങ്ക്രണൈസ്ഡ് ആയിട്ടില്ല എങ്കിൽ അപ്പം തന്നെ അവർക്ക് അത് അറിയാൻ പറ്റും. അന്നോ അടുത്ത ദിവസമോ അത് പോയി HR സംസാരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആകുമ്പോൾ എല്ലാവർക്കും അത് വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത് കൺഫ്യൂഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഗ്രേപ്സിൽ വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ലോഗിൻ പോലും HR കണക്റ്റഡ് ആണ്. സോ നമ്മുടെ HR സോഫ്റ്റ്വെയറിൽ യൂസർ നെയിം ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേപ്സിൻ്റെ ലോഗിൻ സ്ക്രീനിലെ QR കോഡ് നമ്മുടെ മൊബൈലിൽ റീഡ് ചെയ്തുകൊണ്ട്
നമ്മുടെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഒന്നും ടൈപ്പ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതിൽ തുടങ്ങി നമ്മുടെ ലീവ് റിക്വസ്റ്റും പേ സ്ലിപ്പും ഒക്കെ മൊബൈലിൽ കിട്ടുന്ന അത്രയും ഈസിയായി മാറ്റുന്നതിന് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ദിവസം തുടങ്ങി അടുത്ത കുറച്ച് ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ കൂടെ 1 by 1 ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രേപ്സിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിൽ എത്രമാത്രം സപ്പോർട്ടീവ് ആകുന്നതെന്ന് ഓരോ ഫീച്ചർ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.